കോവിഡ് കാലഘട്ടത്തിൻ്റെ സമയമില്ലേ, ആ സമയത്ത് ഞങ്ങൾ ഓഫീസിലായിരുന്നു അവർ വർക്കിന് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് റിങ് ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ആൾക്ക് റിങ് ഡിസൈൻ ചെയ്തു, ആൾക്ക് പണിയിപ്പിച്ചു. അങ്ങനെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ എല്ലാം സംസാരിക്കാൻ തുടങ്ങി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ മാരേജിനെ കുറിച്ച് സംസാരിക്കുന്ന ടോപ്പിക് എത്തിയപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ സംസാരിക്കാം, നമുക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. ഹലോ, എവിടെത്തി? കോഴിക്കോട് എത്തണോ? ഓക്കെ ഓക്കെ, ഞാൻ റെഡി. വേഗമായ സമയമില്ല. താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ അച്ഛനെന്ന ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുത്ത് നോക്കാം, അങ്ങനെ സംസാരിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന അനിയത്തിൻ്റെ അടുത്തായിരിക്കും. പിന്നെയാണ് ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് ഇതിൻ്റെ കോൺസിക്വൻസ് എങ്ങനെയായിരിക്കും, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊക്കെ ഞങ്ങൾ തമ്മിലൊരു പ്ലാനിങ് നടത്തി. പിന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് നീ തന്നെ സംസാരിക്കണം. പിന്നെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ കരുതിയത് അച്ഛൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു. പക്ഷെ അച്ഛൻ ഭയങ്കര കൂളായിരുന്നു. എന്നിട്ട് പറഞ്ഞു ആലോചിക്കാം, അവനോട് വിളിക്കാൻ പറയും, സംസാരിക്കാം, വീട്ടുകാരോട് സംസാരിക്കാം, അങ്ങനെ പറഞ്ഞു. ഗുഡ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ കുറേ കുട്ടി സ്റ്റോറീസ് ഉണ്ട്. അതിൽ ഒന്ന്, നമ്മൾ പെട്ടെന്ന് സഡൻ ആയിരിക്കും നമ്മൾ എവിടേക്കെങ്കിലും പോകാന്നുള്ള പ്ലാൻസ് വരുന്നത്. അങ്ങനെ നടക്കുമ്പോൾ മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ സൈക്ലിങ്ങിന് പോയി, രാവിലെ എഴുന്നിട്ട് സൈക്ലിങ്ങിന് പോയി, മഴ നനഞ്ഞു, ചെപ്പാറ, തൃശ്ശൂർ, അത് നല്ല മെമ്മറീസ് ആയിരുന്നു.
അച്ഛനെയും അമ്മേനെയും പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും അവരെ പറ്റി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അവരെ മിസ് ചെയ്യാണ്ട് ഇനി അങ്ങോട്ടും ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. So